സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നതിൽ നയപ്രഖ്യാപനത്തിൽ മൗനം പാലിച്ചതായാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിക്കുന്നത്. എൽ.ഡി.എഫ് സർക്കാർ ആവിഷ്കരിച്ച കേരള വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ ഒട്ടേറെ പ്രധാന പദ്ധതികളെപ്പറ്റി പരാമർശം പോലുമില്ല എന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്, അതിനെക്കുറിച്ചൊന്നും പരാമർശമേ ഇല്ല. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് എൽ.ഡി.എഫ് സർക്കാർ ഇറങ്ങിയത്. ആ ഭാഗം മറച്ചുവെച്ച് ശരിയല്ലാത്ത നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നയപ്രഖ്യാപനത്തിൽ കാണുന്നത്. നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായി കാണുന്നുണ്ട്. പുതുയുഗ കേരളത്തെപ്പറ്റി നയപ്രഖ്യാപനത്തിൽ പറയുന്നു, എന്നാൽ അതിനുള്ള റൂട്ട് മാപ്പില്ല. പ്രതീക്ഷിച്ച രീതിയിലുള്ള നയപ്രഖ്യാപനമല്ല വന്നത് എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് അറിയാതെ സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏതായാലും കീഴ്വഴക്കങ്ങളിലോ നമ്മുടെ നടപടിക്രമങ്ങളിലോ അത്തരമൊരു കാര്യമില്ല, ഇതേവരെ സംഭവിച്ചിട്ടില്ല. തൊഴിലുറപ്പ് നിയമത്തിലെ സർക്കാർ നിലപാടും പരാമർശിച്ചിട്ടില്ല. സംസ്ഥാനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മുക്തമായതിന്റെ അടുത്ത ഘട്ടവുമില്ല. കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം സംസ്ഥാനം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. അതേസമയം ഇ.ഡി. റെയ്ഡിനെ തുടർന്ന് വീണ വിജയന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. തന്നോട് ഇ.ഡി. ഉദ്യോഗസ്ഥർ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. ഇതര പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷം ബി.ജെ.പി. ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം കഠിനമായ പ്രതിഷേധങ്ങൾക്കൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.